ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പലവരും പിന്നെ ചോദിക്കാറുണ്ട് വഴിയാത്രകളുടെ ഇടയിൽ എന്തായി വീട് പണി എന്നുള്ളത്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു വീട് പണിയൊക്കെ ഇങ്ങനെ തീരാറാവുമ്പോഴാണ് നമ്മൾ ഈ ക്ലാഡിങ് സ്റ്റോണിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുക. അതായത് നമ്മുടെ ആ ഒരു വീട് ആ ഒരു ഭംഗി നിലനിർത്തുന്നത് തന്നെ ഈ ക്ലാഡിങ് സ്റ്റോണുകൾ വെക്കുമ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ ക്ലാഡിങ് സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ പലവരും പല രൂപത്തിലുള്ള ക്ലാഡിങ് സ്റ്റോണുകളാണ് വെക്കൽ. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ ഈ പാടത്തും പറമ്പിലൊക്കെ എടുക്കുന്ന രൂപത്തിലുള്ള കുറേ കരിങ്കൽ പീസുകൾ കാണാം. അതൊക്കെ അടിപൊളി. അപ്പോൾ ഈ രൂപത്തിലുള്ള പീസുകളാണ് ഇതാ ഈ രൂപത്തിലുള്ള ഭിത്തികളാക്കി മാറ്റിയിട്ടുള്ളത്. ഇവിടേക്ക് വേറൊരു ലെവലില് ഈ ഒരു വാളിൽ ബാക്കിലത്തെ ഒരു വാളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ ഈ രൂപത്തിലുള്ള ആ സ്റ്റോണുകളാട്ടോ. അതായത് നമ്മുടെ പണ്ട് നമ്മൾ ഈ ഇഷ്ടിക ഒക്കെ ഉണ്ടായിരുന്നില്ല, ആ ഇഷ്ടിക രൂപത്തിലുള്ള ആ ഒരു സ്റ്റോണുകളാണ് ഈ വാളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് കാണിച്ചു കൊടുത്തേ, മുകളിൽ കാണിച്ചു കൊടുത്തേ എടാ. നല്ല ഭംഗിയുള്ള ആ ഒരു സ്റ്റോണുകളാണ്. അപ്പോൾ ശരിക്കും കുറച്ച് അകലെന്നൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്റ്റോണിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ വാള് ഫുള്ള് നമ്മൾ ഈ ഒരു സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു വാള് കണ്ടാ ഈ ഒരു രൂപത്തിൽ ഇതുപോലെ തന്നെ കുറച്ച് അകലെന്നൊക്കെ നോക്കുമ്പോൾ ശരിക്കും ആ ഒരു കരിങ്കല്ല് ഇങ്ങനെ പതിച്ച് വെച്ച പോലെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഇവിടെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാളിൽ നമ്മൾ അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നുണ്ടോ. നമസ്കാരം ഹരിയേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് ഓടും. ഈ ഒരു സ്റ്റോണിന്റെ ബാക്കിലേ നമ്മൾ കുറെ നടന്നിട്ടുണ്ട് ഇത് കിട്ടാന്. അപ്പൊ ഇനി ആരെങ്കിലും ഒക്കെ വീട് വഴിയൊക്കെ നടക്കുന്നവര് ഈ സ്റ്റോൺ തെരഞ്ഞെടുക്കണ്ടേല് ഇനി കൂടുതൽ നടക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോൺ കേട്ടോ. ഇത് ശരിക്കും നോക്കിയേ, ഇങ്ങനെ നമുക്ക് കാണാം. ഈ ഒരു സ്റ്റോണിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഇത് ഫെൻസ് റോക്ക് എന്ന് പറയും. ഫെൻസ് റോക്ക് ആണ് ഇതിന്റെ പേര്. ഇത് ക്രിംസൺ ബ്രിക്ക് എന്ന് പറയും. ആണല്ലേ, ഇതാണ് ഈ ഫെൻസ് റോക്ക് എന്ന് പറയുന്നത്. അതെ, ഇതൊക്കെ ശരിക്കും കാണുമ്പോഴല്ലോ ഇപ്പൊ കാണുമ്പോൾ ശരിക്കും നമ്മുടെ ഈ പാടത്തും പറമ്പെന്നും തോട്ടുന്നൊക്കെ പരക്കി കൂടുന്ന മാതിരിയാണ് തോന്നുക. ഒറിജിനൽ വെല്ലുന്ന രൂപത്തിലുള്ള സ്റ്റോണുകൾ. ഇത് ആക്ച്വലി നമ്മള് നാച്ചുറലില് വരുന്നുണ്ട് ഈ സാധനം. RR ക്ലാഡിംഗ് എന്നാണ് പറയാ. ഇത് നമ്മളെ നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യൽ ആണ് സാധനം. സിമെന്റ് ബേസ്ഡ് ആണ്. സിമെന്റ് ബേസ്ഡ് ഒരിക്കലും മനസ്സിലാവില്ല. ആടാ ഇവിടെ പല കളറുകളുണ്ട്. കളർ എന്ന് പറയുന്നത് ഇതിലെ ഷെയ്ഡുകൾ കയറി വരും. ഇതില് എല്ലാം ഒരേ പാറ്റേൺ ആവില്ല, എല്ലാം വ്യത്യസ്ത രൂപങ്ങളാവും. ഷേപ്പ് തന്നെ അൺഈവൻ സൈസുകളാവും. കല്ല് പോലെ തന്നെ. അതെ, നമ്മളെ നാച്ചുറൽ കല്ല് നമ്മൾ പൊട്ടിച്ച് ഒട്ടിക്കുമ്പോ എങ്ങനെ ഉണ്ടാവും ആ രീതിക്ക് ഉണ്ടാവും ഈ സാധനങ്ങൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സ്റ്റൈല് അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഭംഗി ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കി അറിയാലോ. അതെ, ഫിനിഷ് ആയിട്ടുള്ള വാളാണ്. നമുക്ക് കാണാൻ പറ്റും ഏത് രൂപത്തിലാന്നുള്ളത്. അതെ, അപ്പൊ ഇത് എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളുടെ ഷോപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ഒരു സ്റ്റോൺ തെരഞ്ഞിട്ട് കുറെ ഷോപ്പുകളിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഷോപ്പിൽ ഞാൻ പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ഇദ്ദേഹത്തിന്റെ ഷോപ്പിൽ ഒരുപാട് സ്റ്റോണുകൾ നിരന്ന് നിൽക്കുന്ന കാണാം. അപ്പൊ അതായത് പലവിധ സ്റ്റോണുകൾ അതിന്റെ ഇടയിൽനിന്നാണ് നമ്മൾ ഈ സാധനം തെരഞ്ഞെടുത്തത്. അതെ, ആക്ച്വലി ഹരീഷ് ഭായ് അതിലൊരു കറപ്ഷൻ ഉണ്ട്. ആക്ച്വലി നമ്മളെ ഷോപ്പല്ല, നമ്മൾ ഓൾ കേരള ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. നമുക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ഡീലേഴ്സ് ഉണ്ട്. ഇപ്പൊ എവിടെയായാലും, കൊച്ചി ആയാലും ട്രിവാൻഡ്രം ആയാലും എല്ലാ ഏരിയയിലും നമുക്ക് ഓരോ ഡീലേഴ്സ് ഉണ്ട്. ഡീലേഴ്സ് ത്രൂ ആണ് നമ്മളിത് സപ്ലൈ ചെയ്യും. ഷോപ്പിൽ പോകാൻ പറഞ്ഞ അവിടെ പോയി. അതെ, അത് നമ്മുടെ ഷോപ്പല്ല പറയാ. ഷോപ്പ് ഇറക്കി കൊടുക്കുന്നു. അതെ, അവരാണ് അത് സെയിൽ ചെയ്യുന്നത്. അതായത് കേരളത്തിൽ എവിടെ പോയി? കേരളത്തിൽ മാത്രമാണോ? കേരളത്തിലല്ല, തമിഴ്നാട്, കർണാടക എല്ലാം അവൈലബിൾ ആണ്. ഉണ്ട്. നമ്മൾ തന്നെ നിർമ്മിക്കുന്നത്. അതെ, നമ്മൾ തന്നെ ഫാക്ടറിയിലാണ്. അതെ, നമ്മൾ എവിടെയാണ് നിർമ്മിക്കുന്നത്? ഇത് ആക്ച്വലി തമിഴ്നാട്ടിലാണ് നിർമ്മിക്കുന്നത്. നാമക്കല്ല് എന്ന് പറയും. നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിർമ്മിക്കുന്നത്. ഫാക്ടറി, നമ്മളുടെ ഫാക്ടറി എല്ലാം. ചോദിച്ചിരുന്നു ഒരു പ്രത്യേകത. അതായത് നമ്മൾ ആ വാളിലേക്ക് വരുന്നുള്ളൂ, അതിന്റെ വർക്ക് നടക്കുന്നുള്ളൂ. നമ്മുടെ ഒരു കളർ, അതായത് നമ്മുടെ ഓരോ വീടിനും ഓരോ തീം ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കളർ ഞാൻ കുറെ അന്വേഷിച്ച് നടന്നു. അത് കിട്ടിയില്ല. അവസാനം നിങ്ങൾ പറഞ്ഞു ഞാനത് ഉണ്ടാക്കി തരാൻ കളർ. നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ബ്രിക്ക് ഇപ്പൊ കാണുന്ന ഈ ഒരു കളർ നമുക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾ നിർമ്മിച്ചു തരും. ഈ ഒരു ഇതില് നമുക്ക് ഏത് കളർ, ഇപ്പൊ ഹരീഷ് ഭായിയുടെ ഒരു വീടിന് ചിലപ്പോ ഇന്റീരിയറിനോട് മാച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 3Dയിൽ മാച്ച് ചെയ്യുന്ന കളർ കിട്ടുന്നില്ലെങ്കിൽ നമുക്കത് മാച്ച് ചെയ്ത് എടുക്കാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഷോപ്പുകൾ വരില്ല. അല്ല. അപ്പൊ നമ്മളൊരു വീട് നമ്മളോട് നിർമ്മിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആർക്കിടെക്ട് നമുക്കൊരു ഡിസൈൻ തരും. അതെ, അതിലത്തെ സ്റ്റോൺ നമുക്ക് തെരഞ്ഞ് കണ്ടെത്താൻ പറ്റില്ല. നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. തീർച്ചയായും. ഇതല്ലാണ്ട് നമ്മളതിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, ഒരുപാട് പാറ്റേൺസും ഉണ്ട്. കണ്ടല്ലോ, ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞത് കളേഴ്സ്
ഡിസൈൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് നോക്കി അറിയാം ഒരേ പാറ്റേൺസ് ആവില്ല, അതിൽ ഷെയ്ഡുകൾ കയറി വന്നിട്ടും ഇപ്പൊ ഈ ക്രിംസൺ ബ്രിക്കിലാണെങ്കിൽ നമുക്കൊരു ബേൺ ഷെയ്ഡ് കയറി വരുന്ന ഒരു ഇത് കാണാം, ഒരു ബ്ലാക്ക് ഷെയ്ഡ്. കളർ പോവെന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഒരിക്കലും കളർ പോവില്ല. അതിന്റെ പോയി കഴിഞ്ഞാൽ എന്നെ വിളിച്ചെന്ന് പറഞ്ഞാൽ അതെന്താ കളർ പോവില്ല പറയാൻ കാരണം? അത് കാരണം ഒന്ന് ഇത് ഫുൾ ബോഡിയാണ് വരുന്നത്, എല്ലാം അങ്ങനെ തന്നെ ടോപ്പ് ടു ബോട്ടം വരെ ഒരേ കളറാണ് വരുന്നത്. നമുക്കിത് ബ്രോക്കൺ ചെയ്ത് നോക്കി നോക്കാം. അതേമാതിരി തന്നെ ഈ സാധനം വാട്ടർ ഒബ്സർവ് ചെയ്യില്ല. ഇത് വെള്ളം ഇതിന്റെ മുകളിൽ ഒഴിച്ചാൽ തന്നെ വാട്ടർ റിപ്പല്ലന്റ് മാതിരി വെള്ളം, നമ്മള് നാടൻ ശൈലി പറയുകയാണെങ്കിൽ ചേമ്പിന്റെ ഇലയിൽ വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേമാതിരി തീർച്ചയായിട്ടും. ഇവിടെ ഒരു ബ്ലാക്ക് കളർ സ്റ്റോൺ ആണെങ്കിൽ ഇവിടുന്ന് കൂടെ ഒരു യെല്ലോ ഷെയ്ഡ്, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഭൂമിയിലെ ആ ഒരു കരിങ്കല്ലുകൾ പല കളറല്ല, അതുപോലെ തന്നെയാണ് ഇതും ഉള്ളത്. അപ്പൊ ഇവിടെ വെള്ളം ഒഴിച്ച് കഴിക്കുമ്പോൾ ഇതിപ്പോ നമ്മളെ ബ്രിക്കിന്റെ മുകളിൽ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്, കണ്ടോ ഇതിന്റെ മുകളിൽ വെള്ളം നിൽക്കുന്നില്ല, കണ്ടോ ഇതിങ്ങനെ ഒലിച്ചിറങ്ങി. ഒരു പുതുമയിലൊക്കെ ഇങ്ങനെ പല ഈ പുതിയൊരു ഇതില് വെള്ളം നിൽക്കാതെ തന്നെയാണോ? എന്നും ഇങ്ങനെ തന്നെയാണ്, പുതുമയില് മാത്രല്ല പറയണത്. നമ്മള് ആഫ്റ്റർ 5 years അല്ലെങ്കിൽ 10 years കഴിഞ്ഞ് നമ്മള് റിനോവേറ്റ് ചെയ്യുന്ന ടൈമില് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വാട്ടർ ജെറ്റ് വെച്ച് ക്ലീൻ ചെയ്യാം, എന്നിട്ട് ഇതുമേ സീലർ വേണമെങ്കിൽ കഴിക്കാനും ഒന്നും സംഭവിക്കില്ല. ഇതിലൊരു ബ്ലാക്ക് ഷെയ്ഡ് കയറി വരും, കണ്ടോ ഒരേ മാതിരി ആവില്ല. ഇപ്പൊ ഈ ഒരു ബ്രിക്ക് മാതിരല്ല ഈ ഒരു ബ്രിക്ക് വരിക, അതേമാതിരി തന്നെ ഈ ഷേപ്പിലാവില്ല അടുത്ത ബ്രിക്ക് കയറി വരിക, എല്ലാ അൺഈവൺ സൈസും ഷേപ്പ് നോക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി വരും, ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്ത് കാണിക്കാം. ഇത് പൊട്ടിക്കഴിഞ്ഞപ്പോ ഇത് കളർ പോലെന്ന് പറഞ്ഞു, ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചേ. തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞത് ഇതിന്റെ ഉള്ളൊക്കെ ഇതേ രൂപത്തിൽ തന്നെയാണ് ഇതിന്റെ കളർ, അതുകൊണ്ട് തന്നെ എത്ര വർഷം കഴിഞ്ഞാലും ഇതിൽ കളർ വരില്ല. എങ്ങനെ വേണ്ട വരച്ചു കഴിഞ്ഞാൽ അറിഞ്ഞല്ലോ, അതൊന്ന് പൊട്ടിച്ച് കാണുകയാണെങ്കിൽ ഉള്ളില് അത് നമുക്ക് പൊട്ടിക്കാം. പൊട്ടി കണ്ടോ ടോപ്പ് ടു ബോട്ടം വരെ ഒരേ കളറാണ്. ഇതിൽ ഈ വൈറ്റ് വരുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇതില് സിമന്റ് കോട്സ് മിക്സ് ആണ് വരുന്നത്, മനസ്സിലായോ? പിന്നെ കളേഴ്സും ആണ് വരുന്നത്, അതുകൊണ്ടാണ് ഇത് കളർ പൂവില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇതും വരുന്നത് സെയിം തന്നെയാണ് ഇത്. അപ്പൊ ഇവരുടെ ആ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോ ഇവിടെ കൊട്ടയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു, ഇതേമാതിരി കണ്ടു. പക്ഷെ ഇവരുടെ പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പാക്കിംഗ് കേട്ടോ, അതായത് ഇതൊരിക്കലും പൊട്ടാതിരിക്കാനും കേടാതിരിക്കാനൊക്കെ വേണ്ടി നമ്മള് ട്രാൻസ്പോർട്ടിലൊക്കെ വരുമ്പോ ഡാമേജസ് ആവാണ്ടിരിക്കാൻ പക്ക പാക്കിംഗ് ആയിരിക്കും. ഇപ്പൊ ഇത് കാണുമ്പോ തന്നെ നമുക്ക് ഇത് എന്ത് സാധനമാണെന്ന് വിചാരിക്കും, കൊറേ പീസുകളായിട്ട്. പക്ഷെ അത് സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പല രൂപത്തിൽ പല സൈസില്, അതായത് ചെറുതും വലുതുമായിട്ടുള്ള പല സൈസിലുള്ളതാണ്. ഇതൊന്ന് വലുതാണെങ്കിൽ നല്ല വലുതാണ്, അതുപോലെ ഇത് വേറൊരു കളറ്. അങ്ങനെ ഈ ഒരു ബോക്സില് ഇതിലേക്ക് ആവശ്യമുള്ള എല്ലാ സൈസും ഉണ്ടായിരിക്കും, എല്ലാ സൈസും ഉണ്ട്, എല്ലാ ബോക്സും ഇങ്ങനെ വരിക, എല്ലാ ബോക്സും ഇങ്ങനെ വരിക. അപ്പൊ ഇവിടുത്തെ ഈ കേരളത്തിൽ തൊട്ടുമിക്ക പ്രമുഖ ഷോപ്പുകൾ നിങ്ങൾ തന്നെ കൊടുക്കുന്നത്, നമ്മൾ തന്നെയാണ് ഇറക്കി കൊടുക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ശരിക്കും ബോക്സുകളുടെ മുകളിലൊക്കെ ഇങ്ങനെ റൊമാനോ എന്ന് എഴുതി വെച്ചിരിക്കുന്ന കാണാം, അത് തന്നെയാണോ നിങ്ങളുടെ കമ്പനിയുടെ പേര്? കമ്പനിയുടെ പേര് റൊമാനോ എന്നല്ല, നമ്മൾ ആഡ്സ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. നമ്മളാണ് ഇത് ഓൾ കേരള, തമിഴ്നാട്, കർണാടക സപ്ലൈ ചെയ്യുന്നത്. നമ്മളെ ബ്രാൻഡ് നെയിം ആണ് റൊമാനോ സ്റ്റോൺസ്. അപ്പൊ ഞാൻ ഹരിയേട്ടനോട് ഞാൻ ഇത് കൂടുതൽ ഇറക്കി വയ്ക്കാൻ ചോദിച്ചത്, ഇത് ആരെയാണ് ഇതിന്റെ വർക്കേഴ്സിന് വിളിക്കാന്നുള്ളതാണ്. നമ്മളോട് കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ നമ്മൾ അതിന്റെ ലേബേഴ്സിനെ അറേഞ്ച് ചെയ്തു. ഓക്കെ, ഇത് ശരിക്കും നമ്മളെ പല വീടുകളിൽ ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, പലർക്കും സംശയമുള്ള ഒരു ചോദ്യമാണ്. അതായത് പല വീടുകളിലും നമ്മൾ ഈ സ്റ്റോണുകളൊക്കെ ഇങ്ങനെ വെച്ച് ഒരു 6 മാസം 7 മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ ഇത് അടർന്ന് വീഴുക, തലയിലേക്ക് വീഴുക, അതൊക്കെ പറഞ്ഞ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പലർക്കും ഈ സ്റ്റോൺ മുകളിലൊക്കെ കയറ്റി വെക്കാൻ പേടിയാ. എന്താണ് അതിന് സംഭവിക്കുന്നത്? മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് ഇന്ന് ചെയ്യേണ്ടത് കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള വർക്കേഴ്സ് ആണ് ഇതിന്റെ മെയിൻ. അവരാണ് ഇതിന്റെ എല്ലാം ചെയ്യുന്നത്. കൂടാതെ ഇതിന് പറ്റിയ ഗ്രേഡുള്ള ഗമ്മ് വേണം. ഗമ്മിലാണോ? ഗമ്മുണ്ട്. കൂടാതെ ഇതില് ഗ്രൗട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് സാൻഡ് മിക്സ് ആയിട്ടുള്ള ഗ്രൗട്ടാണ്. അതാണ് ഇതിന്റെ എല്ലാ ഉള്ളിലും വരുന്നത്. നമുക്ക് ടൈപ്പ് 3 T1 S1 എന്ന ഗ്രേഡ് ഉണ്ട്, കൂടിയ ഗ്രേഡ് ആണ്. അതാണ് പല വീട്ടിലും ഇതൊക്കെ വീണ് പോകുന്നത്. അതെ അതെ, ഒരുപാട് പ്രശ്നങ്ങൾ അതിലാണ്. മിക്കവാറും ചെയ്യുന്നത് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രേഡ് കുറഞ്ഞത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ തലയിൽ വീഴാൻ ചാൻസ് ഉണ്ട്, ഒരുപാട് ചാൻസ് ഉണ്ട്. അതെ, ഇപ്പൊ ആ ഒരു ക്ലാഡിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണല്ലേ, ക്ലാഡിംഗ് സ്റ്റോണിന്റെ ബാക്കിലാണ്. കാരണം ആ ഒരു ക്ലാഡിംഗ് സ്റ്റോൺ വരുമ്പോഴാണ് ആ വീടിന്റെ ഭംഗി എടുത്തു കാണിക്കുന്നത്. ഈ കാണുന്ന പലരുടെയും വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കും, അതല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുടെ ഒക്കെ വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. ഈ സ്റ്റോൺ എവിടെ കിട്ടുക എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. അവർക്കൊരു ഉപകാരപ്പെടാൻ ആയിക്കോട്ടെ. ഇത് ശരിക്കും
കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കിത് വാങ്ങിക്കണമെങ്കിൽ ശരിക്കും നിങ്ങൾ നമ്മളെ ബന്ധപ്പെട്ടാൽ മതി. ഇപ്പൊ ഏത് ഡിസ്ട്രിക്റ്റിലായിക്കോട്ടെ, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മുന്നേ പറഞ്ഞ മാതിരി അതിന് ഡീലേഴ്സ് ഉണ്ട്, നമ്മൾ അവര് ത്രൂ അവർക്ക് സപ്ലൈ ചെയ്യും. അതായത് ഇപ്പൊ ഞാൻ കണ്ണൂരാണോ അല്ലെങ്കിൽ കാസർഗോഡ് ആണെങ്കിൽ നിങ്ങളുടെ നമ്പറിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത ഒരു ഷോപ്പിൽ നിങ്ങൾ നമ്പർ കൊടുക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്ന മാതിരി തന്നെ ആദ്യം മുതലേ നമ്മുടെ ഒപ്പം ഉണ്ട്. അതായത് ഏതൊരു സൈറ്റിൽ ചെന്നാലും ഇതേമാതിരി തന്നെയാണ് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ആരിഷിന് അറിയാം. നമ്മളിപ്പോ നിങ്ങളെ വീട്ടില് സ്റ്റോണിന്റെ കാര്യങ്ങളായി വന്നിട്ട് നമ്മൾ ആ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നത് മുതൽ അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഈ പൂർത്തിയാക്കി ഇതുപോലെ തന്നെ അവരുടെ ബാക്കിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് ഭംഗിയിലാക്കി തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ ഇവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ആ ഒരു ഷോപ്പ് ഇവർ പറഞ്ഞാൽ അവിടെ വിസിറ്റ് ചെയ്തിട്ട് ഇവര് അവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരും. വേണേല ഏത് രൂപത്തിലാണ് വേണ്ടതില്ല അത് കൊണ്ടുവന്ന് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രൂപത്തിലുള്ളതും അവർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് ഇവിടെ